ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോടാന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. പിന്നെ പറഞ്ഞാല് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത, ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത 3 സിനിമകളും ഒരു സീരീസിന്റെയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങൾ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമകളും സീരീസുകളും കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സീരീസ് ഏതാ നോക്കാം. ഒരു സീരീസ് ആണുള്ളത്, 3 സിനിമകളാണുള്ളത്. ഫസ്റ്റ് സീരീസ് ഏതാ നോക്കാം. പിന്നെ ഒരു ഡ്രാമ സയൻസ് ഫിക്ഷൻ സീരീസ് ആണ്. റോൾ പ്ലേയിങ് വീഡിയോ ഗെയിം ഫ്രാഞ്ചൈസി ബേസ് ചെയ്തെടുത്ത ഒരു സീരീസ് ആണ്. ഫാൾ ഔട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. Amazon പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. 2296 ലൂസി എന്ന നായിക തന്റെ പിതാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതും അതിന് അന്വേഷിച്ചിറങ്ങുന്നതുമാണ് ഈ 2296 ആ വർഷത്തിലാണ്, ഭാവിയിലാണ് സംഭവം കഥ നടക്കുന്നത്. അപ്പോൾ കുറച്ച് അപകടകരമായ ഒരു യാത്രയായിരിക്കും. അതാണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസുകൾ. ഏകദേശം 50 മിനിറ്റിനും ഒരു മണിക്കൂറിന് ഇടയിലായിട്ടുള്ള 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിരിക്കുന്നത്. ഈ സീരീസിന്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം എന്ന് പറഞ്ഞാല് ഒരു എൻഗേജിങ് ഫാക്ടർ ഈ സീരീസിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പിടിച്ചിരുന്ന സംഭവമൊന്നും ഈ സീരീസിൽ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ തോന്നി. അത് തന്നെയാണ് എനിക്ക് ഈ സീരീസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാതെ പോയൊരു വലിയൊരു സംഭവം എന്നുള്ളത്, വലിയൊരു കാരണം എന്നുള്ളത്. അപ്പോൾ ഈ സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് ആകെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഫാൾ ഔട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കഴിഞ്ഞ ദിവസം ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു ഈ സീരീസ് OTT റിലീസ് ചെയ്തത്. Amazon പ്രൈമില് മൾട്ടി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് ഈ ഒരു സീരീസ് ആണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത സീരീസ് ആയിട്ടുള്ളത്. ഇനി 3 സിനിമകളുണ്ട്. അടുത്ത സിനിമ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു തെലുങ്ക് മൂവിയാണ്. തിയേറ്റർ റിലീസ് ചെയ്തു, ഇപ്പോ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വിഷൻസൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു സിനിമയാണ്. ഒരു അഡ്വഞ്ചർ ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ്. ഗാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത പറഞ്ഞാല് മനുഷ്യസ്പർശം ഏറ്റു കഴിഞ്ഞാല് ബോധം കെട്ട് വീഴുന്ന ഒരു അസുഖമുള്ള അതൊരു പ്രത്യേകതര അസുഖമുള്ള നമ്മുടെ നായകൻ, ഒരു അഘോരിയാണ് നായകൻ. അപ്പോ ഈ ഒരു അസുഖത്തിന് പ്രതിവിധിയായിട്ട് ഹിമാലയത്തില് 36 വർഷത്തിൽ ഒരിക്കൽ വിരിയുന്ന ഒരു കൂട് ഉണ്ട്. അത് 36 വർഷത്തിൽ ഒരിക്കൽ വിരിയുന്ന കൂടാണ്. അപ്പൊ ഈ രോഗത്തിന് ആ ഒരു കൂട് പ്രതിവിധിയായിരിക്കും എന്നുള്ള, ആ രോഗശമനത്തിന് ഈ ഒരു കൂട് പ്രതിവിധിയായിരിക്കും എന്നുള്ള അറിഞ്ഞ് അത് തേടി പോകുന്ന യാത്രയാണ്. ആ യാത്രയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട്. മൊത്തം കൺഫ്യൂഷൻ ആണ് സ്റ്റോറി കേട്ടോ, മൊത്തം കൺഫ്യൂഷൻ ആണ്. കുറെയൊക്കെ സിനിമ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ഈ സിനിമയുടെ കളർ ഗ്രേഡും കാര്യങ്ങളൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ VFX വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ VFX കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും എനിക്കെന്തോ ആ ഒരു കളർ ഗ്രേഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഈ സിനിമയിൽ വലിയൊരു ഇത് തോന്നിയില്ല. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിലെ നമുക്ക് സംഭവം എന്താണ് സംഭവിക്കുന്നത് ക്ലൈമാക്സിലെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു കൺക്ലൂഷൻ എന്നൊക്കെ പറയില്ല, എന്താണ് ഇതുവരെ കണ്ടത്, എന്താണ് ഇതായിരുന്നു ഇതുവരെ കണ്ടത് എന്നുള്ളത് ക്ലൈമാക്സിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അത് എന്താ പറയാ, അത് നിങ്ങൾ കണ്ടാലേ സിനിമ മനസ്സിലാവുള്ളൂ. ഏകദേശം 2.5 മണിക്കൂറിന്റെ അടുത്ത് സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഭയങ്കര ലേഖ ഉണ്ടായി, പല സ്ഥലത്തും കുറച്ച് ലേഖ അടുപ്പിച്ചു. ഒരു അഡ്വഞ്ചർ മൂവിയാണ്. അഡ്വഞ്ചർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ എനിക്ക് ഈ സിനിമ വലിയ രീതിയിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു സർപ്രൈസിംഗ് ആണ് സിനിമ, സത്യം പറയാൻ സർപ്രൈസിംഗ് ആണ്. ഇഷ്ടപ്പെടും, പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ്. പക്ഷെ എന്റെ പ്രേക്ഷകരെ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഗാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഒരു ടെൻഡുകോട്ട വഴി റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. തമിഴ് സിനിമ കന്നഡ മൂവിയാണെന്ന് തോന്നുന്നു. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഒരു മിസ്റ്ററി ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ്. നന്ദിവർമ്മ എന്ന് പറഞ്ഞ സിനിമ. സുരേഷ് രവി, ആശാൻ വെങ്കിടേഷ്, ബോസ് വെങ്കിട എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഹനുമന്തപുരം എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഒരു മിസ്റ്ററി ഉണ്ട്. രാത്രി കാലം 6 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങിയാൽ നടക്കില്ല, പുറത്തിറങ്ങിയാൽ മരണപ്പെടും ഒരു മിസ്റ്ററി ഉണ്ട്. അതിനുള്ള കാരണം എന്താണ്, അവിടെ എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഒരു എന്താ പറയാ, അവിടെ ഒരു വലിയൊരു അമ്പലം ഉണ്ടാവും, ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാവും. പണ്ട് കാലത്തൊരു രാജാവ് പണിയേൽപ്പിച്ച ക്ഷേത്രമായിരിക്കും. അത് മണ്ണിനുള്ളിലേക്ക് തകർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നതും പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ മൊത്തം പറഞ്ഞു പോകുന്നത്. ഒരു വളരെ ലോ ബഡ്ജറ്റ് മൂവിയാണ് സംഭവം. വലിയൊരു ക്വാളിറ്റി മേക്കിംഗ് ഒന്നുമല്ല. നായകന്റെ ഒക്കെ അഭിനയമൊക്കെ ഒറ്റ ക്ഷീണമായിരുന്നു എന്നുള്ളതിന് പറയാം. അപ്പോ രസമുണ്ടായിരുന്നു, സംഭവം രസമുണ്ട്. കുറച്ചുകൂടി നന്നാക്കി എടുത്തിരുന്നവർക്ക് രസമുണ്ടായിരുന്നു. പക്ഷെ
ഒരു സംഭവം എന്താണെന്നുള്ളൊരു ആകാംക്ഷ ജനിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും നമ്മളെ എന്താ പറയാ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ആണെന്ന് തോന്നും. പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സംഭവം സത്യം പറയുകയാണെങ്കിൽ. ക്ലൈമാക്സ് ഒന്നും മറ്റേ ക്ഷീണമായി, ഫൈറ്റ് സീനുകളൊന്നും വലിയ ഒരു രസമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. 2 കോട്ട വഴി റിലീസ് ചെയ്താണ്, കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നന്ദിവർമ്മ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഈ 3ാമത്തെ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാത്ത 3ാമത്തെ സിനിമയാണ്. നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളതാണ്. ജോഷുവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ഗൗതം വാസുദേവന് പിന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പൊ ഈ സിനിമയിലെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകൻ ഒരു കോൺട്രാക്ട് കില്ലർ ആയിരിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നായികയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പിന്നെ ജോലി ഒഴിവാക്കാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയാണ്. നമ്മുടെ നായികയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. അതെന്തിന്, എങ്ങനെ, പിന്നെ എന്തിനു വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, പിന്നെ നായികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായികയെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ് സംഭവം. പക്ഷെ മ്യൂസിക് ഒക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പെർഫോമൻസ് ഓക്കെ ഫീൽ ആയിരുന്നു. നല്ല പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആക്ഷൻ രംഗങ്ങളായിരുന്നു. നല്ല രസത്തിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നെ ബാക്ക് ബോൺ ആവുന്ന ആ ഒരു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന സംഭവം കുറച്ച് മോശമായി തോന്നി. അതെന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ കൊള്ളാമായിരുന്നു. രസം ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്ന ആ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്ന സംഭവം നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. സംഭവം എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ക്ലൈമാക്സ് കൊണ്ടുവച്ച് കലടച്ചെന്ന് തന്നെ പറയാം. വളരെ ശോകമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. വളരെ വെറുതെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്ന പോലെ തോന്നി ഈ ക്ലൈമാക്സ് ഒക്കെ. എത്രയാണ് ഈ ഒരു സിനിമയുടെ എനിക്ക് പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല സിനിമ അവസാനം ക്ലൈമാക്സിൽ കലമടച്ചു എന്ന് പറയാം. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ കലമടച്ചു എന്ന് തന്നെ പറയാം. അതായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ജോഷുവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഗൗതം വാസുദേവനെ എടുക്കുന്നത് ഇതുപോലൊരു സിനിമ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ക്വാളിറ്റിയുള്ള സിനിമയായിരിക്കും. ക്വാളിറ്റിയുള്ള സിനിമയാണ്, ക്വാളിറ്റി മേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അബദ്ധമായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ മൂന്ന് സിനിമകൾ ഗാബി, നന്ദിവർമ്മൻ, ജോഷുവ, ഈ 3 സിനിമകളും ഫോളോ ഔട്ട് എന്ന് പറഞ്ഞ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാത്തതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.